പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. എങ്ങനെയാണ് ദൈവമേ ഞാൻ നിന്നെ തിരിച്ചറിയുക? റഷ്യയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു കഥയുണ്ട്. റഷ്യയിലെ ഒരു പ്രഭു തൻ്റെ കൊട്ടാരത്തിലെ ബുദ്ധിമാന്മാരായ എല്ലാവരോടും പറഞ്ഞു, എങ്ങനെയാണ് ദൈവം ഇരിക്കുക? ഇതിനുള്ള ഉത്തരം നിങ്ങൾ 3 ദിവസത്തിനുള്ളിൽ തരണം. പക്ഷേ അവർക്ക് ഈ 3 ദിവസം കൊണ്ട് ഉത്തരം കണ്ടെത്തുവാനായില്ല. അതിനുശേഷവും അവർ രാജ്യത്തിലെ എമ്പാടും സഞ്ചരിച്ചു. അങ്ങനെ അവർ സഞ്ചരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട ആട്ടിടയനെ കണ്ടുമുട്ടി. ആ ആട്ടിടയനെയും കൊണ്ട് ഈ ജ്ഞാനികൾ പ്രഭുവിൻ്റെ അടുക്കൽ തിരിച്ചെത്തി. ആട്ടിടയൻ ആ പ്രഭുവിനോട് പറഞ്ഞു, നീ ഒന്ന് സൂര്യനെ നേരിട്ട് നോക്കുക. ആ പ്രഭു പറഞ്ഞു, അത് അസാധ്യമാണ്. സൂര്യനെ ഞാൻ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അന്ധനായിത്തീരും. അപ്പോൾ ആ ആട്ടിടയൻ അവനോട് പറഞ്ഞു, ദൈവത്തിൻ്റെ സൃഷ്ടിയായ സൂര്യനെ നേരിട്ട് നോക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ ദൈവത്തെ കാണുവാൻ സാധിക്കും? കാരണം ദൈവം പ്രകാശമാണ്. ദൈവം സൂര്യനെ പോലെയാണ്. സൂര്യൻ നമുക്ക് ചൂടും വെളിച്ചവും തരുന്നത് പോലെ തന്നെ ദൈവം നമുക്ക് ചൂടും വെളിച്ചവും തരികയാണ്. ഈശോയെ, അങ്ങാകുന്ന പ്രകാശത്തിലൂടെ നടക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലെ തണുപ്പകറ്റിക്കൊണ്ട് അങ്ങിൽ നിന്നുള്ള ചൂട് പറ്റി അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാൽ നരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ എന്ന് സങ്കീർത്തകൻ 1-ാം സങ്കീർത്തനത്തിലൂടെ പറയുന്നുണ്ട്. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കുവാനും അങ്ങിൽ നിന്ന് അനുഗ്രഹവും സ്നേഹവും നേടിയെടുത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈ പ്രഭാതത്തിൽ അങ്ങേ മുന്നിൽ കണ്ടുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങുവാനും ഞങ്ങളുടെ ഓരോ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഉള്ളം തേങ്ങുന്നു, ഞാൻ നിന്നെ തേടുന്നു, നീ വരേണമേ. എന്നുള്ളം തേങ്ങുന്നു, ഞാൻ നിന്നെ തേടുന്നു, നീ വരേണമേ. ഒന്നരികിൽ വാ, വേഗം കടന്നു വാ, ഒരു തണലായി നീ വേഗം കടന്നു വാ.